അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഏട്ടന് മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു കേട്ടോ. നാളെ ബുധനാഴ്ച, നാളെ ഏട്ടൻ്റെ ഓഫ് ഡേ ആണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് കേട്ടോ നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കാറുള്ളത്. അപ്പോൾ ഞാനൊരു റുട്ടീൻ പോലെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഏട്ടൻ്റെ ഓഫിൻ്റെ തലേ ദിവസമാണ് ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റാറുള്ളത്. അപ്പോൾ പിന്നെ അതൊരു എന്താ പറയുക, ഒരു ഡെയിലി റുട്ടീൻ എന്ന് പറയുന്ന പോലെ ഒരു വീക്കിലി റുട്ടീനായിട്ട് അതങ്ങ് നമ്മൾ നടന്നുകൊണ്ടിരുന്നോളും. അല്ലെങ്കിൽ ചിലപ്പോൾ വിട്ടുപോകും. പണ്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഓഫിൻ്റെ ദിവസങ്ങളിലായിരുന്നു കേട്ടോ നമ്മൾ ചേഞ്ച് ആക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ഉടനെ തന്നെ ഞാനത് ബെഡ്ഷീറ്റ് അലക്കാനിടുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഞാനൊരു 2 ബെഡ്ഷീറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു, ഒരെണ്ണമൊക്കെ അലക്കണ്ടെന്ന് വിചാരിച്ച്. പിന്നെ ഞാനിപ്പോൾ പക്ഷെ അങ്ങനെ നോക്കാറില്ല, അപ്പോൾ തന്നെ അലക്ക് തീർക്കും. ഇനിയിപ്പോൾ നമ്മൾക്കൊന്ന് അടിച്ചിട്ട് തൂക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ സൈഡിൽ ഞാൻ പാട്ടിട്ടിട്ടുണ്ട്. പാട്ടിടുമ്പോൾ നമ്മൾ ആ പാട്ടൊക്കെ കേട്ട് ഒന്നില്ലെങ്കിൽ പാട്ട് അല്ലെങ്കിൽ ഞാൻ അളിയൻസ് ഇടും. ഇന്നിപ്പോൾ പാട്ടാണ് ഇട്ടിരിക്കണേ. അപ്പം നമ്മളത് വർക്ക് ചെയ്യുന്നത് അറിയില്ല. ആ പാട്ടിൻ്റെ ആ ഒരു താളത്തിൽ അങ്ങനെ ചെയ്തു പോകുമ്പോൾ വേഗമേ പണിയെല്ലാം കഴിയും. ഞാൻ ഈ ടി വിയിൽ പാട്ടിടുന്നത് ഞാൻ ജസ്റ്റ് അവിടെ ബ്ലർ ചെയ്തതേ. എനിക്ക് എപ്പോഴാണ് കോപ്പിറൈറ്റ് കിട്ടാമെന്നറിയില്ല. ഇതുപോലെ ഞാൻ ഒരു ദിവസം ഏതോ ഒരു അളിയൻസിൻ്റെ ആണോ ഏതോ പാട്ടാണെന്ന് എനിക്കറിയില്ല, ജസ്റ്റ് ഞാനൊന്ന് ടി വിയിൽ കാണിച്ചപ്പോഴത്തേക്കും ആ ഒരു വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കിപ്പോൾ തീരെ വിശ്വാസമില്ല. അതാണെങ്കിൽ വീഡിയോയിൽ പെട്ടും പോവുകയും ചെയ്തു. പിന്നെ അത് കാണിച്ചു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാനത് ബ്ലർ ചെയ്യുന്നത് കേട്ടോ. സത്യത്തിൽ അറിയില്ല എന്ത് കാണിച്ചാലാണ് പണി കിട്ടുക എന്നെനിക്കറിയില്ല. അപ്പോൾ അത് എന്തായാലും നമ്മളുടെ തൂത്തും തുടച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ഉണങ്ങുന്ന വരെ ഞാൻ ആ സെറ്റിയിൽ പോസ്റ്റായിരിക്കും. പിന്നെ നമ്മൾക്ക് ഇന്ന് കുക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. രാവിലെ നമ്മൾ ഏട്ടൻ അവിടെ പോയിട്ടാണ് കഴിച്ചത്. അപ്പം നമ്മളിന്ന് 2 ക്രോസൻറ്റിലാണ് ഞാൻ രാത്രി വരെ ഇരിക്കുന്നത്. രാത്രി 8 മണിയപ്പോഴാണ് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നത്. 2 ക്രോസൻറ്റും ഒരു ചായയായിരുന്നു, അല്ലാതെ വേറൊന്നും കഴിച്ചിട്ടില്ല. അപ്പം നമ്മൾക്ക് ഇത് ശേരി മീൻ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, 1 കിലോ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ മീനും മാങ്ങയും ഒക്കെ ഇട്ടിട്ട് പാലൊഴിഞ്ഞിട്ട് ഒരു കറി വയ്ക്കും. ആ കറി വയ്ക്കാമെന്നാണ് വിചാരിക്കണേ. അപ്പം ഞാൻ 2 പീസാണ് മീനും മാങ്ങിയിട്ടിട്ട് കറി വയ്ക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുള്ളൂ. കുറച്ച് വറക്കാനും വെക്കണം. മറ്റ് ഞാൻ കഴുകിയിട്ട് അതേപോലെ തന്നെ കുറച്ച് പീസ് ഞാൻ ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മറ്റേ മീൻ മുളക് ഇട്ടിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഈ മീൻ നമ്മൾക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇതിൻ്റെ ചൊക എനിക്ക് ഫീൽ ചെയ്തതേ. നമ്മൾ വീട്ടിൽ പപ്പയൊക്കെ ഇടയ്ക്ക് ഈ പുഴമീൻ എന്ന് പറഞ്ഞിട്ട് മേടിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ചേട്ടൻ ഇങ്ങനെ പുഴയിലിടയ്ക്ക് ഇങ്ങനെ ചൂണ്ടിയിടാൻ വേണ്ടിയിട്ടൊക്കെ അവർ പോകാറുണ്ട്. അപ്പോൾ ആ സമയത്ത് അവർ പുഴയിൽ നിന്ന് മീൻ കിട്ടുന്ന സമയത്ത് അവർ കൊണ്ടുവന്ന് തരും. അപ്പോൾ അതൊക്കെ കറി വയ്ക്കുമ്പോൾ നമുക്ക് ചെറിയൊരു മണ്ണിൻ്റെ ചുക പോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു മീനിന് അങ്ങനത്തെ ഒരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ നമ്മൾ 1 കിലോ മേടിക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാലേ നമ്മൾക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് മീനൊന്നും നോക്കി വാങ്ങിക്കാൻ അറിയാൻ പാടില്ല. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ ഒരു പയ്യനുണ്ട്. അപ്പോൾ അവനോട് ഇന്ന കറിക്ക് എന്ന് പറയുമ്പോൾ അവൻ എന്താണ് ഇന്ന മീൻ നല്ലതാന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തരാറുണ്ട്. പക്ഷെ അവൻ അവിടെ നിന്ന് ജോലി നിർത്തിയിട്ട് വേറെ സ്ഥലത്തോട്ട് പോയി. ഇപ്പോഴത്തെ ചേട്ടൻ ഒരു ഹിന്ദിക്കാരൻ എന്തോ ആണ്. ആളങ്ങനെ നമ്മളത്ര വലിയ കമ്പനിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് സംഭവമൊന്നും പറഞ്ഞു തരാറില്ല. അപ്പോൾ എന്തായാലും മീനിൽ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്രയും മാത്രം. ഞാൻ ചൊറുക്ക് ഇട്ടില്ലേ, ഞാൻ ഒന്നില്ലെങ്കിൽ നാരങ്ങാനീര്, പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങാനീര് അല്ലെങ്കിൽ വിനാഗിരി ഞാൻ ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ തവണ ഞാൻ മറന്നുപോയി. അപ്പോൾ മീനും മാങ്ങയും കറി വയ്ക്കാൻ വേണ്ടിയിട്ടേ ഞാൻ അതിൽ നിന്ന് 2 തലേൻ്റെ പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ഞാൻ ഒരു തലേൻ്റെ പീസ് 2 പീസാക്കിയിട്ട് കട്ടാക്കുന്നുണ്ട്. ഇത് എന്താ വെച്ചാലേ ഞാനൊരു വീഡിയോയിൽ ഇതിൻ്റെ ഷോർട്സും ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ മാങ്ങക്കറി ഉണ്ടാക്കും, മറ്റേ ഫങ്ഷൻസിനൊക്കെ, കല്യാണങ്ങൾക്കും അങ്ങനെയൊക്കെ. അപ്പോൾ അതിൽ മാങ്ങക്കറി എന്ന് പറഞ്ഞിട്ട് വിളമ്പും. പക്ഷെ നമുക്കതിൽ ചെറിയ ചെറിയ അവർ മീനിൻ്റെ ഇതുപോലത്തെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ എന്താ പറയുക, നമ്മൾ മാങ്ങയായിരിക്കും ഫുൾ നമുക്ക് കിട്ടുന്നുണ്ടാവുക, പക്ഷെ ഒരു മീനിൻ്റെ സ്വാദും കൂടെ അതിലുണ്ടായിരിക്കും. നമ്മൾ ആ ഒരു കറിയിൽ ഇതുപോലെ മുങ്ങി തപ്പിയാൽ മാത്രമായിരിക്കും നമുക്ക് മീനിൻ്റെ പീസസ് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ആവട്ടെ, മീൻ ബാക്കി ഫ്രിഡ്ജിലിരിക്കട്ടെ, പക്ഷെ മാങ്ങക്കറിയും ആക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്താ പറയുക, ആ ഒരു ഓർമ്മയൊക്കെ കിട്ടുന്ന പോലെ ആ കണക്കിന് ടേസ്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. 2 മീൻ എടുത്തത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പക്ക ഇതിന് മുന്നേ ഞാനൊരു അങ്കമാലി മാങ്ങക്കറീൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സെയിം പ്രോസസ്സ് തന്നെയാണ്. എക്സ്ട്രാ നമ്മൾ അതിൽ 2 മീനിൻ്റെ തലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. പിന്നെ ഇത് വെച്ച് ഇത് കൈകൊണ്ട് ഞെരടണമല്ലോ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ. പക്ഷേ എൻ്റെ ഞെരടുന്ന മെഷീന് ഇന്ന് ജോലിയുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, ഞെരടാനായിട്ട് ആളെ കിട്ടിയില്ല.
എൻ്റെ കയ്യിലുണ്ടല്ലോ, ഞാൻ ഈ പച്ചമുളകും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് കൈ വെച്ച് ഞെരടി കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിക്ക് പണി കിട്ടും. ഇതേപോലെ വലിയ ആളാവാൻ വേണ്ടിയിട്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാനിതുപോലെ ചിക്കൻ എന്തോ കറി വയ്ക്കുന്ന സമയത്ത് ചിക്കനിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലകളൊക്കെ ഇട്ടിട്ട് പച്ചമുളകും കൂടി ഇട്ടിട്ട് ഞാനങ്ങ് നല്ല പോലെ കൈ തിരുമ്മി. പിന്നെ കുറേ നേരത്തേക്ക് എൻ്റെ കൈ നല്ല പുകച്ചിലായിരുന്നു. പിന്നെ എന്തൊക്കെയോ മരുന്നൊക്കെ വാരി തേച്ചിട്ടാണ് ആ സംഭവം മാറിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു സാധനങ്ങളും കൈ കൊണ്ട് ചെയ്യില്ല. പിന്നെ എന്തോ നമ്മൾ മീൻ വറക്കുന്ന സമയത്ത് പുരട്ടുമ്പോൾ എൻ്റെ കൈക്ക് അങ്ങനെ എഫക്റ്റ് ചെയ്യാറില്ല. അത് വലിയ കാര്യമായിട്ട് നമ്മൾ മുങ്ങി അങ്ങ് ചെയ്യുന്നില്ലല്ലോ, ജസ്റ്റ് മുകളിലൊന്ന് എങ്ങനെയൊക്കെയോ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ നിർത്തുന്നതല്ലേ. അപ്പോൾ ഇതേ നമ്മൾ 2ാം പാൽ ഒഴിച്ചിട്ട് സംഭവം വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ നമ്മളുടെ അന്ന് ചെയ്ത പോലെ തന്നെ കോക്കനട്ടിൻ്റെ പൗഡർ മിക്സ് ചെയ്തിട്ടാണ് 1ാം പാലും 2ാം പാലും ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഞാൻ നോക്കുന്നത് മാങ്ങേൻ്റെ പീസ് വെന്തിട്ടുണ്ടോ എന്നുള്ളതാണ്. മീനൊക്കെ വേഗമേ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിന് ശേഷം നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇളക്കരുത്, ഇതുപോലെ ആക്കി കൊടുക്കുക. പിന്നെ ഞാൻ 1ാം പാൽ ആഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ മാങ്ങയും മീനും എല്ലാം വെന്തതിന് ശേഷം 1ാം പാലും ആഡ് ചെയ്യുക. പിന്നെ നമ്മളൊന്ന് കാച്ചി ഒഴിക്കുകയാണ്, കടുകൊന്നുമല്ല. കൊച്ചുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. പക്ഷെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളങ്ങനെ എപ്പോഴും കൊച്ചുള്ളി വാങ്ങിക്കാറില്ല. അപ്പോൾ സവാള നൈസാക്കി അരിഞ്ഞു, കുറച്ച് വേപ്പിലയും കൂടെ വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് എരിവ് കുറച്ച് കുറവെന്ന് തോന്നിയുകൊണ്ട് ഞാൻ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ആ ഒരു കളറ്. ഇനിയിപ്പോൾ ഞാൻ അടച്ച് വെച്ച് വേവിക്കും. ഇതിപ്പോൾ രാത്രിയിലത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനൊരു 4 മണി 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ഞാൻ കുക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഏട്ടൻ വരും. പിന്നെ നമ്മൾ കുറച്ച് പയറും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പയറൊക്കെ വൻ ശോകമാണ്. പിന്നെ എന്തോ ഇത് കാണുമ്പോൾ ഞാൻ വാങ്ങിക്കാറുണ്ട്, പക്ഷെ നമ്മൾ എങ്ങനെയൊക്കെ കറി വയ്ക്കാൻ ശ്രമിച്ചാലും വലിയ ടേസ്റ്റ് ഒന്നും കിട്ടാറില്ല. പിന്നെ ഇതിന് മുന്നേ മേടിച്ചതിനേക്കാട്ടിലും ഭയങ്കര നൈസാണ്, ഭയങ്കര ലോങ് ആയിട്ടുള്ള മറ്റേ ബീൻസാണ്, മണികളൊക്കെ കുറവായിരിക്കും. പിന്നെ വലിയ ടേസ്റ്റൊന്നുമില്ല. പിന്നെ എങ്ങനെ ഇച്ചിരിയെങ്കിലും പച്ചക്കറിയൊക്കെ അകത്തോട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. പക്ഷേ അച്ചിങ്ങയ്ക്കൊക്കെ നല്ല പൈസയാണ് കേട്ടോ. ഓരോ കെട്ടായിട്ടാണ്. പക്ഷെ ഒരു കെട്ടിലൊക്കെ സത്യം പറഞ്ഞാൽ ഒരു 10 ബീൻസ് പോലും അതിലില്ല. ഭയങ്കര പൈസയുമാണ് ഈ ഒരു സാധനത്തിന്. അപ്പോൾ അതിൽ ഞാൻ ചെയ്യുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ സവാള ഇട്ടു, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ നമ്മുടെ ബീൻസ് ഇടുന്നു. പിന്നെ അച്ചിങ്ങയ്ക്കൊക്കെ കുറച്ച് വേവ് കൂടുതലായതുകൊണ്ടുണ്ടല്ലോ, നമ്മൾ അച്ചിങ്ങയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ചിട്ടാണ് കേട്ടോ ഞാൻ അടച്ചു വെച്ച് വേവിക്കുക. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ കുക്കറിൽ വേവിക്കുമ്പോൾ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെയൊക്കെ നമ്മൾ നാട്ടിൽ കിട്ടുന്ന അച്ചിങ്ങ ഉണ്ടല്ലോ, അത് ഇതേ കണക്ക് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചാൽ ടേസ്റ്റ് ഇല്ല. അപ്പോൾ ഞാൻ കുക്കറിൽ ഇങ്ങനെ വേവിച്ചിട്ട് പിന്നെ ഞാനിങ്ങനെ മസാല പുരട്ടാൻ നിന്ന് കഴിഞ്ഞാൽ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ എന്തൊക്കെ ചെയ്താലും എന്താ പറയുക, ഒരു പച്ച ചൊകയാണ് ആ സാധനത്തിന്. വെന്തിട്ടും ഉണ്ടായിരിക്കും, എന്നാൽ വല്ല കാര്യമായിട്ട് ടേസ്റ്റ് ഇല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. ഞാനപ്പോൾ ഇതേ ചോറും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതും കൂടെ ഉള്ളൂ. ഇത് ഏട്ടൻ വന്നതിന് ശേഷമാണ്. അപ്പോൾ 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഫിഷ് ഫ്രൈ ഒക്കെ നമുക്ക് നേരത്തെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ ചൂട് കിട്ടൂലല്ലോ. അപ്പോൾ ചൂടോടുകൂടെ കഴിക്കണതാണല്ലോ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ടേസ്റ്റ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അത്ര ഒരു ഗുമ്മ് കിട്ടിയില്ല. കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്, പക്ഷേ കഴിക്കുമ്പോൾ ഞാൻ ആ നേരത്തെ പറഞ്ഞ പോലെ എന്തോ ഒരു ചുക, എനിക്കത് മണ്ണിൻ്റെ ചുക പോലെ ഫീൽ ചെയ്തത്. എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. മാങ്ങക്കറിയുണ്ട്, അച്ചിങ്ങയുണ്ട്, മീൻ വറുത്തതുണ്ട്, ഒരു അച്ചാറും കൂടി ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കട്ടെ. അങ്ങനെ നമ്മളുടെ ഫുഡ് റെഡിയും കിച്ചണിൻ്റെ ക്ലീനിങ്ങും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നാളെ ഏട്ടന് ഓഫ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ഏതെങ്കിലുമൊക്കെ ഒരു സിനിമയൊക്കെ കണ്ട് കുറച്ച് നേരം അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് വൈകിയായിട്ട് നമ്മൾ ഉറങ്ങുള്ളൂ. പിന്നെ കുറച്ച് നേരം TV കണ്ടപ്പോഴേ കുറച്ച് മധുരം കഴിക്കാനായിട്ടൊരാഗ്രഹം. അങ്ങനെ നമ്മളൊരു റോയൽ ഫലൂഡ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ടീ ടൈം എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. അവരുടെ ഫലൂഡാസൊക്കെ സൂപ്പറാണ് കേട്ടോ. കിങ് ഫലൂഡ, റോയൽ ഫലൂഡ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ സംഭവമൊക്കെ. നമുക്കത് ഭയങ്കര ടെംപ്റ്റേഷനാണ്. ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും കഴിക്കാൻ തോന്നും. പക്ഷെ നമ്മൾ കുറേ നാളായി ഓർഡർ ചെയ്തിട്ട് ഷുഗറൊക്കെ പയ്യെ കുറച്ച് വരാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ നാളെ ഇത് ഓർഡർ ചെയ്തിട്ട്. അപ്പോൾ ഇനി ഇതൊക്കെ കഴിച്ചിട്ട് സിനിമയൊക്കെ കണ്ട് നമ്മൾ കിടന്നുറങ്ങും. അപ്പോൾ ശരി. ഇനി വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.